ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അദ്ദേഹം ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ മൂക്കിനു കീഴിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ 11 ദിവസമായി അദ്ദേഹത്തിന്റെ മകളുടെ പ്രായമുള്ള ടീച്ചർമാർ ഇവിടെ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മകളുടെ ഈ സഹന സമരത്തെ മുഖ്യമന്ത്രി കാണാതെ പോകുന്നത്? മുഖ്യമന്ത്രി ഇത്രയോളം ജനാധിപത്യ വിരുദ്ധമായി പെരുമാറരുത്. അദ്ദേഹത്തിന് അജ്ഞാതനായ ഇൻവെസ്റ്ററെ കാണാൻ പോകാൻ കഴിയും, പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹത്തിൽ കിടക്കുന്ന വിദ്യാർത്ഥിനികളോട്, ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. ഇതിലെ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ സന്ദർഭത്തിൽ ഒരല്പം പോലും ദുരഭിമാനം വെച്ച് പുലർത്താതെ ഈ ടീച്ചർമാരുമായി, സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഇതാണ് നമ്പർ 1 ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം. ആ ചർച്ചയിലൂടെ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണം. ഈ 2 ടീച്ചർമാരും അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങോട്ട് ചെന്ന് കണ്ടതല്ലാതെ ഈ സമരത്തോട് 30 ദിവസത്തോളമായി 20 ദിവസത്തോളമായി 35 ദിവസമായി LP ടീച്ചർമാർ സമരം ചെയ്യുന്നു. അതിൽ 11 ദിവസമായി ഒരു ടീച്ചർ നിരാഹാരവ്രതത്തിൽ കിടക്കുകയാണ്. അവരുടെ ആരോഗ്യനില അനുദിനം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ആശത്തെ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അങ്ങനെ ഈ വിദ്യാർത്ഥികളെ, ഈ ഉദ്യോഗാർത്ഥികളെ മരണത്തിലേക്ക് ഇടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അടിയന്തരമായി ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ആദ്യത്തെ ആശങ്ക ഇവിടെ നിരാഹാരവ്രതം തുടർന്ന് വരുന്ന വളർമതി ടീച്ചറുടെ ഈ സമരത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരാഹാരത്തിൽ കിടക്കുന്ന ടീച്ചർമാരുടെ ആരോഗ്യമാണ്. അതവർ അവസാനിപ്പിക്കണമെങ്കിൽ അവരായി ചർച്ച നടത്തണ്ടേ? ആ ചർച്ചയിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അതിൽ പ്രാക്ടിക്കലായി എന്ത് സൊല്യൂഷനാണ് എടുക്കാൻ കഴിയുന്നത് എന്ന് ജനാധിപത്യപരമായ ഒരു ചർച്ചയുടെ പരിസരം ഒരുക്കണ്ടേ? അതിന് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി, തയ്യാറാകുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി, അതിന് തയ്യാറാകുന്നില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് കേരളത്തോട് ഉറക്കെ ഡിവൈഎഫ്ഐക്ക് പറയേണ്ടി വരികയാണ്. ഡൽഹിയിൽ ഒരു വലിയ സമരം നടന്നിരുന്നു. ആ സമരത്തിൽ പെട്ടെന്ന് ആ സമരത്തോട് നടത്തിയ തെറ്റായ പ്രതികരണം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമുണ്ടായിരുന്നു. ആ സമീപനത്തെ എതിർത്തവരല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി? എന്നിട്ട് അതേ സമീപനം എങ്ങനെയാണ് അങ്ങേക്ക് തുടരാനാവുക? ഡൽഹിയിൽ നിരാഹാരവ്രതത്തിൽ കിടന്നവരെ അവരോട് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറി എന്ന നിലപാടുള്ള ഒരു നേതാവായിരുന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ നിരാഹാരവ്രതത്തിൽ സ്വീകരിച്ചു കിടക്കുന്ന മനുഷ്യൻ, അതും ഗാന്ധിയുടെ ചിത്രം പിടിച്ചാണ് അവർ കിടക്കുന്നത്, ഗാന്ധി മുന്നോട്ട് വെച്ച സമര രീതിയുമായി കിടക്കുന്ന അവരോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറാൻ കഴിയുക? അതുകൊണ്ട് അജ്ഞാതനായ ഇൻവെസ്റ്ററിനോട് കാണിക്കുന്ന കാരുണ്യവും മമതയും കൺമുമ്പിൽ കിടക്കുന്ന ഈ ടീച്ചർമാരോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ അവരോട് ചോദിച്ചു, ഈ പ്രശ്നം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ ഉയർന്നു വന്ന പ്രശ്നമാണ്. അന്ന് അവരുടെ സമരം കിടക്കുമ്പോ ഈ സമരത്തിൽ, ആ സമരപ്പന്തലിൽ അന്ന് നേരിട്ട് ഇവിടെ എത്തി ഇവരുമായി ചർച്ച ചെയ്ത് അന്ന് ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഒരാളാണ് ഞാൻ. ഡിവൈഎഫ്ഐ പൊതുവിൽ മുൻകൈയെടുത്തു. ഞാനായിരുന്നു അന്ന് ആ സമരപ്പന്തലിൽ നേരിട്ട് വന്നത്, ഇവരോട് സംസാരിച്ചത്. അതിനുശേഷം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുള്ള കൂടിക്കാഴ്ചയിലും ഞാൻ ഇവർക്കൊപ്പം, ഈ ടീച്ചർമാർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, അന്ന് പ്രതിപക്ഷ നേതാവിനെ ഇവർ പോയി കണ്ടിരുന്നല്ലോ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഞാനെന്ന് അവരോട് ചോദിച്ചു, അന്ന് പ്രതിപക്ഷ നേതാവ് എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? അന്ന് പ്രതിപക്ഷ നേതാവ് ഇവർക്ക് കൊടുത്ത വാക്ക്, നിങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട്, ഞങ്ങൾ വന്നാൽ ഇത് പരിഹരിക്കുമെന്നല്ലേ? അദ്ദേഹത്തിന്റെ പുതുയുഗ യാത്രയിൽ ഇവര് പോയി കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ നിരാഹാരം കിടക്കുന്ന ഇതേ വളർമതി ടീച്ചർ, ഇതേ വി.ഡി. സതീശന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താങ്കളെ വന്ന് കണ്ടില്ലേ? അന്ന് താങ്കൾ ഇവരോട് അനൗപചാരികമായും പരസ്യമായും എന്താണ് കൊടുത്ത വാക്ക്? ഞാൻ ഇപ്പോൾ അവരോട് ചോദിച്ചൊരു കാര്യം അതായിരുന്നു. എന്താ കൊടുത്ത വാക്ക്? നിങ്ങളുടെ ഭാഗത്താണ് നീതി. റാങ്ക് ലിസ്റ്റിലെ 1ാമത്തെ ആൾ പോലും നിയമനം കിട്ടാതിരിക്കുന്നത് അനീതിയാണ്. 24 മണിക്കൂറിനകം ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കഴിയുമെന്ന് ഇവർക്ക് വാക്ക് കൊടുത്തിട്ട് 11 ദിവസമായി നിരാഹാരത്തിൽ കിടക്കുന്നവരോട് ഒന്ന് വിളിച്ചു ചർച്ച ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കാതെ വാക്കുകൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറന്നു പോകുന്നത്?
അതുകൊണ്ട് അതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഒരു കാര്യം വളരെ ലളിതമായി ഞങ്ങൾ പറയാം. ഞങ്ങൾ ഈ സമരത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നവരാണ്. ഈ സമരത്തോട് സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ സമീപനം ഇനിയും തുടർന്നാൽ ഡിവൈഎഫ്ഐ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരും എന്ന് ഈ കേരളത്തോട് ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാക്കില്ല, അത് UP അസിസ്റ്റന്റിനോട് ഞങ്ങൾ പറയാം. ഈ സമരത്തോട് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം സർക്കാർ ഇനിയും ഇതുപോലെ തുടർന്നാൽ വാക്കുപാലിച്ചാൽ മതി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇവർക്ക് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ കൊടുത്ത വാക്ക്, ആ വാക്ക് പാലിച്ചാൽ മതി. വേറൊന്നും വേണ്ട, വേറൊരു ഡിമാൻഡും ഇല്ല. നിങ്ങളോട് പറഞ്ഞതല്ലേ, അതുവരെല്ലാം ടീച്ചർമാർ ഉൾപ്പെടെ പറഞ്ഞതല്ലേ. അങ്ങ് പറഞ്ഞാണല്ലോ അദ്ദേഹത്തെ കുറിച്ച് പൊതുവിൽ പറയുന്നതെല്ലാം പഠിച്ചു പറയുന്ന ആളെന്നാണ്. അപ്പൊ ഈ വിഷയത്തെ പഠിച്ച് ഇവർക്ക് കൊടുത്ത വാക്കാണല്ലോ. എങ്ങനെ 24 മണിക്കൂറിനകം പരിഹരിക്കാം, ഇതായിരുന്നല്ലോ വാക്ക്. അതിൽ 24 മണിക്കൂറെല്ലാം കടന്നുപോയത് നമ്മളങ്ങ് സഹിച്ചു. ഇനി അങ്ങ് പരിഹരിച്ചാൽ മതി. ആ കൊടുത്ത വാക്കിനോട് നീതി പുലർത്താൻ, ആ വാക്ക് പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ജനാധിപത്യപരമായി ഇവരോട് പെരുമാറാൻ. സമരഗേറ്റുകൾ പോലും തുറന്നിട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം PR ക്യാമ്പയിൻ നടത്തിയത്. ഏത് ഗേറ്റ് തുറന്നിട്ടാലും ഇവരെ കേൾക്കാൻ തയ്യാറാണ്. അതൊരാളെ ഇങ്ങോട്ട് വിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വരുമെന്ന് പറഞ്ഞാൽ അവരേത് നിമിഷവും ചർച്ചയ്ക്ക് തയ്യാറാണ്. അവരേത് നിമിഷവും ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇന്ന് MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ സംസാരിക്കുന്നതിന് പുറമെ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സഖാവ് സനോജ് നിങ്ങൾക്കും ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ അടിയന്തരമായി ഈ 2 ടീച്ചർമാരെയും ചർച്ചയ്ക്ക് വിളിക്കണം, അവരെ കേൾക്കണം, അവരുടെ പ്രശ്നം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഔപചാരികമായി ഒരു കത്ത് കൊടുക്കും എന്ന് കൂടി പറയുകയാണ്. അത് തെരുവിൽ നിന്ന് പറയുന്ന മാത്രമല്ല, അദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ജനാധിപത്യപരമായ വഴികളാണ്, ജനാധിപത്യപരമായ മാർഗങ്ങളാണ്. ഒരു MLA പോകുന്നു, കത്ത് കൊടുക്കുന്നു. ഇപ്പൊ ഒരു MP നിങ്ങൾക്ക് വേണ്ടി കത്ത് കൊടുക്കുന്നു. എന്നിട്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എങ്കിൽ അതിന് ജനാധിപത്യ എന്നാണ് മാന്യമായ ഭാഷയിൽ പറയാൻ കഴിയും. ഇപ്പോൾ അടിയന്തരം കേൾക്കണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കുട്ടികളുടെ മുഖത്ത് നോക്കി, ഈ ടീച്ചർമാരുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ വാക്ക് ഏതോ ആ വാക്ക് അക്ഷരം തെറ്റാതെ പാലിക്കണം. ഇതാണ് ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെടാനുള്ളത്. അത് അടിയന്തരമായി ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇപ്പോൾ സമരത്തിൽ പിന്തുണ എന്ന നിലയിൽ നിൽക്കുന്ന ഡിവൈഎഫ്ഐ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരും എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഡിവൈഎഫ്ഐക്ക് വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും ടീച്ചറുടെ, വളർമതി ടീച്ചറുടെ 11 ദിവസം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കൂടെയുള്ളവർ പുലർത്തണം. അത്തരം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആതുര ബന്ധപ്പെട്ടൊക്കെ ഏതു സമയവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വം ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും തരും. നമ്മൾ സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ടീച്ചറോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ആരോഗ്യത്തിൽ അവരുടെ ആരോഗ്യനില വഷളാകാത്ത വിധം നമ്മളെല്ലാവരും ഒരു ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണം. അതിൽ ഡിവൈഎഫ്ഐയും അത്തരം കാര്യത്തിൽ നിങ്ങളോടൊപ്പം എല്ലാ തരത്തിലും ഐക്യപ്പെട്ടുണ്ട് മാത്രം വിനയപരസ്പരം അറിയിച്ചുകൊണ്ട് സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഞാൻ